ഇസ്രായേലും ഗാസ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘം നിർണായകമായ പങ്ക് വഹിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിയതായി ബുധനാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് നുഴഞ്ഞുകയറ്റത്തിൽ ബന്ദികളാക്കിയ എല്ലാ ഇസ്രായേലികളെ മോചിപ്പിക്കാനും 42 ദിവസത്തെ വെടിനിർത്തലിനും ധാരണയായെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. വിറ്റ്കോഫ് കഴിഞ്ഞ ഒരാഴ്ചയായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കുന്ന ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്ന് 2 അറബ് വൃത്തങ്ങൾ വാർത്താ ഏജൻസികളോട് പറയുകയും ചെയ്തു. എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ അഭിപ്രായത്തോട് വിറ്റ്കോഹോ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല. ഗാസ കരാറിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ട്രംപും ബൈഡനും വെടിനിർത്തൽ കരാറിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുകയും ചെയ്തു. ഈ കരാർ സാധ്യമായത് കഠിനമായ അമേരിക്കൻ തന്ത്രത്തിലൂടെയാണെന്ന് ബൈഡൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ നിയുക്ത പ്രസിഡന്റ് ട്രംപ് വഹിച്ച പങ്കിനെ കുറിച്ച് പ്രശംസിക്കാൻ അദ്ദേഹം മറക്കുകയും ചെയ്തില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസ വെടിനിർത്തലിനെ കുറിച്ച് ഒരു ടീമാണ് താനും ട്രംപും സംസാരിച്ചതെന്ന് ബൈഡൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിനിടെ ട്രംപിന്റെ വിറ്റ്കോഫിന്റെ ഇടപെടലില്ലാതെ ബൈഡന് ഗാസ വെടിനിർത്തൽ കരാറിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ട്രംപിന്റെ ടീം എക്സിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ട്രംപിന്റെ പങ്ക് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അംഗീകരിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഗാസയിലുടനീളം വ്യോമാക്രമണം ശക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം കനത്ത ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കുറഞ്ഞത് ഏകദേശം 32 പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു.